പിള്ളേരൊക്കെ കളിയാക്കായിരുന്നു എന്നെ. എന്തിന് ഇങ്ങനെ നിനക്ക് പറ്റത്തില്ല, അമ്മയ്ക്ക് പറ്റില്ല, അങ്ങനെയാണ് കളിയാക്കിയില്ലേ? അങ്ങനെയൊക്കെ പറയായിരുന്നു. നമസ്കാരം, ഞാൻ ജോബി ചോന്നമ്മണ്ട്. നമ്മുടെ പീച്ചിക്കാരി ചേച്ചിയെ ചീർപ്പും കൊണ്ട് ഒരു പാട്ട് പാടുന്നു പറഞ്ഞിട്ട് അത് കാണാനും നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് പോണേട്ടാ. അപ്പൊ ഷൈനിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു കലാകാരി ഇവിടെ ഉണ്ട് ചേട്ടാ, എന്തായാലും അവരൊന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കണം. അപ്പൊ നടന്നത് എവിടേക്ക് എത്തിയത്? വീടെത്തിയാ? അപ്പൊ അത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവരവിടെ തന്നെ കയ്യോടെ ഉണ്ട്. ചേച്ചിയെ എന്താ വിശേഷം? സുഖമായിരിക്കണു അല്ലേ? ഓക്കെ. അതായത് അപ്പൊ ഈ ചീർപ്പും കൊണ്ട് ഇപ്പൊ മുടി ചീകുകയാണോ? ആഹാ, സുന്ദരിയായിണ്ടല്ലോ. അപ്പൊ ഈ ചീർപ്പും കൊണ്ട് ചേച്ചി ഒരുപാട് പാട്ടുകളൊക്കെ പാടുന്നു പറഞ്ഞു. ഈ മൈക്കൊന്ന് കുത്താവോ? ഞാൻ ഒന്ന് കുത്തി തരാം. ചേച്ചി ഞാൻ കുത്താം കേട്ടാ. പാടും അല്ലേ? പേരെന്ന് പറഞ്ഞാൽ തന്നെ. എന്റെ പേര് സുനിത ടൈറ്റസ്. ആഹാ, അടിപൊളി. പേരെന്ന് പറഞ്ഞേ? അവിടെ. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇങ്ങനെ പാടാനായിട്ട് എങ്ങനെ പഠിച്ചേ? ഇത് ഞാന് ഒരു 5 വർഷം മുമ്പ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു കുട്ടി പാടുന്ന കണ്ടായിരുന്നു. കുറച്ച് പാട്ട് അങ്ങനെ പാടുന്ന കണ്ടായിരുന്നു. അത് ജോബി ചേട്ടന്റെ വീഡിയോ ആയിട്ട് കണ്ടിരുന്നു. അപ്പൊ ഇതുപോലെ ഞാനിങ്ങനെ ശ്രമിച്ചെങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോ ഏട്ടനും ഇവിടെ പിള്ളേരൊക്കെ കളിയാക്കായിരുന്നു എന്നെ. എന്തിന്? ഇങ്ങനെ നിനക്ക് പറ്റത്തില്ല, അമ്മയ്ക്ക് പറ്റില്ല, അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ചെവിടൊക്കെ പൊത്തു ഏട്ടന്. അപ്പൊ ഞാൻ പിന്നെ ഏട്ടൻ പണിക്ക് പോണ സമയത്തൊക്കെ ഞാനിങ്ങനെ ആരും കാണാണ്ടിരിക്കുമ്പോ ഒറ്റയ്ക്കല്ലേ സ്കൂളിലൊക്കെ പോകും പിള്ളേര്. അപ്പൊ ഇങ്ങനെ ചെയ്യാം, എന്റെ പരിപാടി പാട്ടാണല്ലോ. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് ഒരിക്കൽ ഒരു വർഷം ശ്രമിച്ചു. ഒന്നര വർഷം ശ്രമിച്ചു ഒരിക്കൽ ഒരു സമയത്ത് പാടിയപ്പോ റെഡിയായി. അപ്പൊ ഏട്ടൻ വന്നിട്ട് വൈകുന്നേരം കേൾപ്പിച്ചോട്ടപ്പോ ഏട്ടൻ പറഞ്ഞു, ഓടിയായിട്ട് കേൾപ്പിച്ചെടുത്തപ്പോ ഏട്ടന് ഇഷ്ടമായി, നന്നായിരുന്നു. അത് അന്ന് തന്നെ ജില്ലയുടെ എന്റെ ഭിന്നശേഷിക്കാരുടെ ഗ്രൂപ്പ് കണ്ണിന് എനിക്ക് 16 വയസ്സിൽ ഞാൻ പാട്ടൊക്കെ പാടി നടക്കുന്ന സമയത്ത് 16 വയസ്സിൽ ആമവാദം വന്നു. ആമവാദം വന്നതിന് ശേഷം പിന്നെ അതിന് മരുന്ന് കഴിച്ച് എഴുന്നേക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പഠിത്തമൊക്കെ നിർത്തി. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ അടുത്തൊക്കെ ഉള്ളത് കാണാൻ പറ്റുമോ? ഇപ്പൊ അടുത്ത് നിക്കുന്ന കാണാം, അകലെ കാഴ്ചയൊന്നും ഇല്ല. ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോ എന്തായാലും നടന്ന് ഇവിടെ എത്തി ഏകദേശം വയ്യാണ്ടായിട്ട്. അതൊരു കാടിന്റെ സൈഡിൽ തന്നെയാണല്ലേ? ഈ സ്ഥലം കറക്റ്റ് എവിടെയാ ചേച്ചി ഇവിടെ പീച്ചിയില്? ഇത് പായക്കണ്ടെന്ന് 2 പായക്കണ്ടുണ്ട്. ഇത് തെക്കേ പായക്കണ്ടം, അപ്പുറത്ത് വടക്കേ പായക്കണ്ടം. ഓക്കെ. അപ്പൊ കേറിയിരിക്കാൻ കുഴപ്പമില്ല. അല്ല, ഇത് ചീർപ്പ്. അപ്പൊ ഇതില് എങ്ങനെ പാടുക? ഇതില് ഒരു കഷ്ണം ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മള് ഏത് പാട്ടും ആദ്യം ഏത് പാട്ടാ പാടിത്തരാ? ആദ്യം ഏത് പാട്ട് പാടിയെന്ന് വെച്ചാൽ ഞാൻ ഭക്തിഗാനം പാടിയാൽ മതിയോ? കൈക്കൂടുന്ന നിലാവ് പാടട്ടെ? ആയിക്കോട്ടെ. ഞാൻ പേപ്പർ എടുത്തിട്ട് വരട്ടെ. എടുത്തോ. അവിടെ ഒരു കഷ്ണം പേപ്പർ ഇരിക്കുന്നുണ്ടല്ലോ. ഇതിലാണ് ഈ ചേച്ചി പൊതിഞ്ഞിട്ട്. ഇത് ആർക്കും പാടാൻ പറ്റുമോന്ന് വെച്ചാൽ ഇതിൽ ശ്രമിക്കണം. അപ്പൊ നിങ്ങൾ ഈ ചേച്ചി ശ്രമിച്ച് പാടുവോ? എങ്ങനെ പാടും? ഇങ്ങനെ പാടും? അങ്ങനെ പാടില്ല. ഇത് സാധാരണക്കാർക്ക് പറ്റില്ല. പക്ഷെ ഇങ്ങനെ പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ ഈ ചേച്ചി ചെയ്യണ പോലെ ചെയ്ത് നോക്കിയൊക്കെ ചിലപ്പോ പറ്റിയാലോ. ലസല്ലേ? പറ്റുമോ? പറ്റില്ല. എന്നാ റെഡി. അപ്പൊ പറ്റുന്ന ആൾക്കാർ ഇവിടെ ചെയ്യട്ടെ. അപ്പൊ തുടങ്ങാൻ ചേച്ചി? ഓക്കെ ചേച്ചി, തുടങ്ങാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഇത്രത്തോളം പാട്ടുകൾ അറിയാം. കുറെ പാട്ട് ഭക്തിഗാനെല്ലാം ഇതിങ്ങനെ ഞങ്ങളുടെ സംഘടനയിൽ ഒരുപാട് പാട്ടുകൾ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യും. അതിലിപ്പോ ഫോൺ കംപ്ലൈന്റ് ആയിട്ട് ആ റെക്കോർഡ് മുഴുവൻ പോയി, വീഡിയോസ് പോയി. ഭയങ്കര വിഷമായി. നല്ല അടിച്ചുപൊളി ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഏതാ പാടിത്തരാം എനിക്ക്?
എന്റെ പൊന്ന് മതി ചേച്ചി. അതായത് സാധാരണ വലിയ വിലപിടിപ്പുള്ള വാദ്യോപകരണങ്ങളെ കൊണ്ടൊക്കെ ചെയ്യുന്ന അതേപോലെയാണ് ഈ ഒരു ചീർപ്പും പേപ്പറും കൊണ്ട് ചെയ്യണത് കേട്ടാ. നന്നായിട്ടുണ്ട്. അയ്യോ എന്ത് രസമായിക്കണേ. അപ്പൊ എനിക്കൊരു കഷ്ണം പേപ്പർ ഒന്ന് എടുത്ത് തരണം, ഞാനിതൊന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ഇത് എങ്ങനെയും മടക്കി വെക്കാം, പഠിക്കാൻ പറ്റുന്നവരൊക്കെ വേണമെങ്കിൽ പഠിച്ചോട്ടോ. കാരണം ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു പേപ്പർ ഞാൻ ഇപ്പൊ 2 പാട്ട് പാടി ഇപ്പൊ അങ്ങനെ വെട്ടിയൊന്നുമില്ല. വേണ്ട വെച്ചിട്ട് ഇനി എന്താ ചെയ്യാ? അപ്പൊ ഇതിങ്ങനെ വെക്കുക, അത്രയൊന്നുള്ളൂ. ഇതില് നമ്മളിങ്ങനെ കൊടുക്കുന്നു. അപ്പൊ അത് എങ്ങനെ സൗണ്ട് ആയിട്ട് വരണെന്നുള്ളത് മനസ്സിലാവാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഞാൻ വിളിക്കട്ടെ, ജോബി ചേട്ടനെ വിളിക്കട്ടെ. അതെ അങ്ങനെ വിളിക്കും. എന്ത് സംസാരിക്കാൻ? താങ്ക് യു പറയാം. താങ്ക് യു, നമസ്കാരം, എല്ലാം കിട്ടൂലേ? അയ്യോ അവർക്ക് പറ്റുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ. അതല്ല പ്രോഗ്രാമുകൾക്കൊക്കെ വിളിക്കാറുണ്ട് ആരെങ്കിലും? പ്രോഗ്രാം ഇവിടെയൊക്കെ കല്യാണങ്ങളൊക്കെ വരുമ്പോ ഇപ്പൊ പാടാൻ പോയി. പിന്നെ ഞാനും ഷൈനിജിയും കൂടിയിട്ട് ഇവിടെ ഒരു അമ്പലത്തിൽ ഇങ്ങനെ പാട്ട് പാടിയായിരുന്നു, ഗുരുദേവ ക്ഷേത്രത്തിൽ. പിന്നെ ഞങ്ങളുടെ ജില്ല ഞങ്ങളുടെ സംഘടനയില് പാടും, ഗ്രൂപ്പ് വഴി ഒരുപാട് പാട്ട്. അപ്പൊ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇതേപോലത്തെ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ നിങ്ങളുടെ വീട്ടിൽ കല്യാണം ഓൾ കേരള ഗ്രൂപ്പ്. അതെ അല്ലേ? അപ്പൊ അതേ ഒരു കഷ്ണം പേപ്പർ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാനും ഒന്ന് പാടി നോക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇതെങ്ങനെ വെക്കുക? ഇങ്ങനെയുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ പാടാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇഷ്ടമുള്ള പാട്ട് ഞാൻ ഇപ്പൊ ഏതാ? സൂര്യകിരീടം പാടാം. അയ്യോ ഇത് നല്ല പണിയാട്ടാ. ഇത് ശരിക്കും നമുക്ക് ചുണ്ട് വെച്ചിട്ട് കിട്ടണ പോലെ. മോളെ അടി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് പിടിച്ചോ. ഇനി എനിക്കൊരു പാട്ട് കൂടി പാടി തന്നെ. പറ്റാവുന്ന പണി ചെയ്താ പോലെ. പെരിയോനെ പാടുവോ ശരിക്കും? എന്നാ പാടാം. ഉണ്ടാ? ഓക്കെ. ഫേസ്ബുക്കിന്റെ പേരെന്ന് പറഞ്ഞേ? സുന്ദർ ടൈറ്റസ്. സുന്ദർ ടൈറ്റസ് തന്നെ. ഓക്കെ, പാടിക്കോ. എന്റെ പൊന്നു എന്താ ഫീൽ. ഇത് ആ ആടുജീവിതം ഇറങ്ങിയ സമയത്തൊക്കെയാണെങ്കിൽ പൃഥ്വിരാജ് വന്നിട്ടുണ്ടല്ലോ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നെ. കാരണം പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാരും തിരക്കല്ലേ. അതെ അല്ലെ? ഇനി നമുക്ക് ഇപ്പൊ ഇവിടുന്ന് പോരാനും തോന്നണില്ല. എന്നാലും ഒരു 2 വരി പാട്ട് കൂടി, 4 എണ്ണായിട്ടല്ല, 4 വരി പാട്ട്, 2 പാട്ട് കൂടി ഇത് പാടിത്തരും. സംഗതി ഉണ്ട്. അന്ന് വേഗം ആയിക്കോട്ടെ. മതി. അതായത് അവിടെ നിങ്ങൾ കേറി വരുമ്പോ അവര് മെല്ലെ കേറി വരണേ അല്ലേ? പകലുള്ളതൊക്കെ കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല മലയണ്ണാൻ, കിളികള്, കുരങ്ങന്മാര്, അവരുടെയൊക്കെ സൗണ്ട് കേൾക്കുമല്ലോ. സൗണ്ട് കേൾക്കും ഒരുപാട്. കിളിട്ടി ഞാൻ ഗ്രൂപ്പിൽ പാട്ടിടുമ്പോ സുന്ദർ ടൈറ്റസ് പാടുമ്പോ എല്ലാം കേൾക്കണ കുറെ കിളികളുടെ. അതെ, നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോവാന്നേ ഒരു കിളി പറന്നു പോകണം. കാണില്ല. അതെ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യോ, ഇനി നമുക്ക് ഒരു പാട്ടും കൂടി പാടി.
മതി ചേച്ചി, ഒന്നും പറയാനില്ല. ഈ പോക്ക് ഇങ്ങനെ പോയാൽ നേരെ പീച്ച് ഡാമിൽ പോയി ചാടാനുള്ള സാധ്യത ഉണ്ടല്ലോ. പീച്ച് ഡാം ആ സൈഡിലാണല്ലോ അല്ലേ? ചേച്ചി ഇത്ര പാടിയിട്ടും ചേച്ചി അങ്ങനെ കിതക്കണമൊന്നുമില്ലല്ലോ. ഇല്ല, ഇത് പ്രാക്ടീസ് കുറെ കൊടുത്തതല്ലേ. ഉണ്ട് അല്ലേ? ഷൈനി എന്നോട് പറഞ്ഞു, ജോബ് ചേട്ടാ ഇങ്ങനെ ഒരു കലാകാരി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഒരുപാട് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണത്, പക്ഷെ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതല്ലേ. അല്ല, അത് എല്ലാത്തിനും ഒരു സമയമുണ്ട് ചേച്ചി. നമ്മുടെ നാടന്നല്ലേ, നമ്മുടെ നാട്ടിലെ കുറച്ച് ആളെങ്കിലും കാണും, അത്ര എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് എത്തട്ടെ, ഒരു കലാകാരി ലോകത്തിന് മുമ്പിലേക്ക് എത്തട്ടെ. പിന്നെ ഇനിയിപ്പോ ഏകദേശം സമയമൊക്കെ ഒരുപാടായി. ഇനി എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് കൂടി പാടിയാ. ബന്ധു ആര് ശത്രു ആര് എന്നുള്ളത് അറിയാൻ പറ്റില്ല. ആര് എഴുതിയതോ എന്തൊക്കെ ആയാലും ഇത്ര അർത്ഥമുള്ള ഒരു പാട്ട് കണ്ണുനീർ പൂവിന്റെ കവിളിൽ തലോടി എന്തായാലും അവസാനിപ്പിക്കാൻ പോവാ. എനിക്ക് നിർത്തണം തോന്നില്ല. ആ ഒരു പാട്ട് കൂടി പാടിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിങ്ങനെ വരികളൊക്കെ ഇങ്ങനെ വരുമ്പോഴും പോകുമ്പോഴും എങ്ങനെ ചേച്ചി അപ്പൊ ഈ നമ്മള് പാട്ട് അല്ല ഈ ട്യൂണൊക്കെ വരുമ്പോ ഇതിൽ തന്നെയാണോ അഡ്ജസ്റ്റ് ചെയ്യണേ? പാട്ട് നമ്മള് പാട്ട് നമ്മള് വരികൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ പാടാണ്, ബന്ധുവാര് ശത്രുവാര് പറയുമ്പോ ബന്ധനത്തിൽ നോവറി, ആ പാട്ട് വരികൾ ഇതിൽ കൂടെ കൊടുക്കാണ്. ഓ, അങ്ങനെയാണ് എടുക്കണേ അല്ലേ? നമ്മൾക്ക് ഓർമ്മയുണ്ടാവണം, വരി ഓർമ്മയില്ലെങ്കിൽ ഇത് നടക്കൂല. ഒന്ന് പാടിക്കോ. ഇനി അടുത്തൊരു പാട്ട് മറ്റേ കണ്ണുനീർ പൂവിന്റെ അതുകൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. മതി. ഇത് നമ്മള് വെറുതെ നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യം, ഇത് കാണുന്ന ആൾക്കാരാണ് ഇതിന്റെ ഇത് പറയേണ്ടത്. ആരും ചേച്ചിയുടെ ഈ ഒരു കണ്ണിന്റെ കാഴ്ചക്കുറവും കൊണ്ടും ഇത്രയൊക്കെ ചെയ്ത് ഒരു അസാധ്യ കലാകാരി തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചിലപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കാഴ്ച കുറവുള്ള ചേച്ചി എന്താ പറയാ, വീട്ടില് ചേട്ടനൊക്കെ പറഞ്ഞ് മക്കളൊന്നും പറഞ്ഞു നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും വിട്ട് കൊടുക്കാണ്ട് കണ്ട, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടാ. കട്ടക്ക് നിന്ന് ഇതേറെ കുട്ടപ്പന്മാരെ കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താണ് ഇതൊന്ന് പരീക്ഷ നോക്കിണ്ടാ? അതെ അല്ലെ? എന്തായാലും കൊള്ളാം, നല്ലൊരു കലാകാരിയാണ്. അപ്പൊ നമ്മുടെ നാട് തന്നെയാണ്. എന്റെ അവിടെ നിന്ന് ചോന്നമണ്ണിന്ന് ആകെ ഒരു 10 കിലോമീറ്റർ ഉള്ള പീച്ചിയില്. അപ്പൊ ഷൈനിയാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും എന്നോട് 2 കൊല്ലം മുമ്പേ തൊട്ട് പറയായിരുന്നു എനിക്ക് ഇങ്ങനെ 4 പേര് അറിയുന്ന ഒരാളാവണം. എന്തായാലും 4 പേരല്ല, എന്തായാലും 400 പേര് അറിയുന്ന ആളിലേക്ക് ദൈവം കൊണ്ട് എത്തിക്കട്ടെ കേട്ടാ. അപ്പൊ എന്തായാലും നമ്മുടെ കൂട്ടുകാരന് കിട്ടിയ വലിയ കാര്യല്ലേ? തീർച്ചയായും. എപ്പോഴും നമുക്കാണെങ്കിലും സപ്പോർട്ടാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടാ. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ എല്ലാരും അപ്പൊ തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം. എവിടെയെങ്കിലും പാടാനോ അല്ലെങ്കിൽ പാട്ട് പഠിച്ചിട്ടുണ്ടാ? പാട്ട് പഠിച്ചിട്ടില്ല. ഇല്ല, അല്ലാണ്ട് പാടുന്നുണ്ട്. അപ്പൊ ഇവരുടെ ചെറിയ ഗ്രൂപ്പ് മറ്റേ ടീമിന് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നന്നാവട്ടെ, അടിപൊളിയാവട്ടെ. 2 പേര് പാടിത്തരാൻ പറ്റും എനിക്ക് ഏതെങ്കിലും പാട്ട്? പാടി 2 പേര്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ,
കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. കൊള്ളാം, അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൂട്ടുകാരി കൊള്ളാം, കൂട്ടുകാരുടെ കൂട്ടുകാരി കൊള്ളാം കേട്ടാ. അടിപൊളിയായിട്ട് കേട്ടാ. അത് പാടിത്തായോ. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ശബപണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. മതി കേട്ടാ. വളരെ സന്തോഷമായിട്ടുള്ള ഒരു കുടുംബമാണ്. ചേട്ടൻ കൂലിപ്പണിയാണ് അല്ലേ? അപ്പൊ വേറൊന്നും പറയാനില്ല. ഇതേപോലെ കലാകാരികളെയൊക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യാ. വേറൊന്നും ഇല്ലല്ലോ. അവസാനിപ്പിക്കട്ടെ. ഓക്കെ, എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.